പതിവുപോലെ മാർക്കറ്റിന്റെ ഇന്നത്തെ എക്സ്പെക്ടേഷൻസ് പങ്കുവെക്കുവാനും അതിനോടൊപ്പം തന്നെ ആഗോള ആഭ്യന്തര വിപണികളെയൊക്കെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനുമായി നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, പതിവുപോലെ തന്നെ യുഎസ് വിപണിയിലേക്ക് ആദ്യം പോയി നോക്കാം. ഇന്നലത്തെ ഒരു ദിവസത്തിൽ സാർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഉടൻ തന്നെ 40,000 എന്നൊരു മാർക്ക് മറികടക്കാൻ ഡൗ ജോൺസിന് സാധിക്കുമെന്ന്. ഇന്നലെ അതേപോലെ തന്നെയാണ് കണ്ടത്. 40,000 എന്നൊരു മാർക്കിനൊക്കെ മുകളിലേക്ക് ഉയരാനായിട്ട് ഡൗ ജോൺസ് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ഹൈയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 40,051.5 എന്ന നിലയാണ്. എന്നാൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടി തന്നെയാണ്. 0.01% വളരെ മാർജിനലായിട്ടൊരു ഇടിവിൽ 39,869.38 എന്ന നിലയിൽ. S&P 500 ഇന്നലെ തുടർച്ചയായിട്ട് രണ്ടാം ദിവസവും 5,300 എന്നൊരു മാർക്കിന് മുകളിലേക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ നേട്ടം നിലനിർത്തി ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും 5,300 എന്നൊരു മാർക്കിന് മുകളിലേക്ക് ഉയരാൻ സാധിച്ചു എന്നത് തന്നെ എടുത്തു പറയേണ്ടതാണ്. നാസ്ഡാക്കിൽ എന്നാൽ വളരെ ഒരു സൈഡ് വൈസ് പാറ്റേൺ തന്നെയായിരുന്നു കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മുന്നോട്ടേക്കുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? Undertone American market continues to be very, very bullish. And at the moment നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഷോർട്ട് ടേമിൽ നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ അമേരിക്കൻ വിപണിയിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ബിക്കോസ് മാർക്കറ്റ് ഇൻ ദ ഷോർട്ട് ടേം അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സോ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 800 പോയിന്റ്സിന്റെ കറക്ഷന് വേണ്ടി ഡൗ ജോൺസ് ഇൻഡെക്സിൽ പ്രിപ്പയർഡ് ആയിരിക്കും. 800 പോയിന്റ് 800 പോയിന്റോ ഇല്ലെങ്കിൽ ഈവൺ ഒരു 1000 പോയിന്റിന്റെ കറക്ഷൻ ഡൗ ജോൺസിൽ നടന്നാൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നില്ല. അത് വളരെ ഒരു നാച്ചുറൽ ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് അഗെയിൻ നാസ്ഡാക്ക് ഇൻഡെക്സും അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അഗെയിൻ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ നിയർലി 400 മുതൽ 500 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കമോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുകയാണ്. നോക്കുമ്പോൾ പ്രത്യേകിച്ചും ക്രൂഡിലേക്കൊക്കെ എത്തുമ്പോഴാണെങ്കിൽ തുടർച്ചയായിട്ടുള്ളൊരു 3 ആഴ്ചകൾക്ക് ശേഷം ഒരു വീക്ക്ലി ഗെയിനിലേക്ക് ക്ലോസ് ചെയ്യാനായിട്ട് എത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു സയൻസ് ആണ് കമോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ക്രൂഡിലേക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ 0.1% നേരിയ നേട്ടം നിലനിർത്തിക്കൊണ്ട് $79.31 എന്നൊരു നിലയിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിലേക്ക് എത്തുകയാണെങ്കിലും 0.5% മുന്നേറ്റത്തിൽ $83.47 എന്ന നിലയിലാണ് ബ്രെൻഡിന്റെ ഫ്യൂച്ചേഴ്സിലും വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലൊരു ബുള്ളിഷ് മൊമെന്റം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ടേക്ക് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു സൂചികയിൽ ഈ ഒരു കമോഡിറ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ കേസിലെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് തന്നെ തുടരുന്നു. ബട്ട് അല്ല പറഞ്ഞതുപോലെ കഴിഞ്ഞ 2-3 സെഷൻസ് ആയിട്ട് വി ആർ സീയിങ് ലിറ്റിൽ ബിറ്റ് സപ്പോർട്ട് ലെവൽ. സപ്പോർട്ട് ഫോം ചെയ്ത് വരുന്നത് $76 വളരെ അടുത്തായിട്ട് WTI ക്രൂഡിൽ സപ്പോർട്ട് ഫോം ചെയ്യുന്നത്. ഈ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ $81. $81 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. യെസ് സർ. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണെങ്കിലും സമാനമായിട്ടൊരു സ്ഥിതി തന്നെയാണ് ഗോൾഡിലും കാണാൻ സാധിക്കുന്നത്. ഈ ഒരാഴ്ച മുഴുവൻ 2,300-2,400 എന്നൊരു നിലവാരത്തിനുള്ളിൽ തന്നെയാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഏകദേശം ഒരു 0.5% ഇടിവിൽ ട്രോയ് ഔൺസിന് 2,379.3 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു മുന്നോട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഗോൾഡിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഗോൾഡിന്റെ ട്രെൻഡ് ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്വർണത്തിന്റെ കേസിൽ 2,400-2,448 ഈ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് സ്വർണത്തിൽ അവോയ്ഡ് ചെയ്യുക.
ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ ആഭ്യന്തര വിപണിയിൽ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റം അല്ലെങ്കിൽ അവസാന മണിക്കൂറിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ 22,300 മറികടന്നുകൊണ്ട് വ്യാപാരം ആരംഭിക്കാൻ സാധിച്ചു എങ്കിൽ പോലും ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 2:30 വരെയുള്ള സെഷനിൽ ആ ഒരു നേട്ടം നിലനിർത്താനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവസാനത്തെ ഒരു മണിക്കൂർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരികയും 22,400 മുകളിൽ ക്ലോസ് ചെയ്യാനും നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? വീണ്ടും ഒരു റാലിക്ക് തയ്യാറെടുക്കുകയാണോ നിഫ്റ്റി? നിഫ്റ്റിയുടെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നത്. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിന് ശേഷം നമുക്ക് നിഫ്റ്റി 50യിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ഇടയായി. ബട്ട് അതിനുശേഷം കഴിഞ്ഞ 4 സെഷൻസിൽ വി ആർ അഗെയിൻ സീയിങ് ബൈയിങ് ഇൻട്രസ്റ്റ്. നിഫ്റ്റി 50യിൽ അടുത്ത 4 മേജർ റെസിസ്റ്റൻസ് ലെവൽസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 22,550, അതിനെ തുടർന്ന് 22,800, അതിനെ തുടർന്നാൽ 23,100. ദീസ് ആർ ദ മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആൻഡ് മൈ എക്സ്പെക്ടേഷൻ നിഫ്റ്റി 50 23,000 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ലെവൽ വരെ എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റി ബാങ്ക് ആണ്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ സമാനമായിട്ടൊരു പാറ്റേൺ തന്നെയായിരുന്നു ഇന്നലത്തെ വ്യാപാരത്തിൽ കാണാൻ സാധിച്ചത്. തുടക്ക വ്യാപാരത്തിൽ വരെ ശക്തമായിട്ടൊരു ഓപ്പണിംഗ് നടത്താൻ സാധിച്ചു എങ്കിൽ പോലും 2:30 വരെ ഒരു നേട്ടം നിലനിർത്താനായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്കും സാധിച്ചിട്ടില്ല. എന്നാൽ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോൾ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് തന്നെയാണ് ഈ സൂചികയിലും കടന്നു വന്നത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% മുന്നേറി 47,977.05 എന്ന നിലയിലാണ്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ആൻഡ് നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ ഒരേ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് ആൻഡ് SBIയിലെ ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും കോട്ടക് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ആൻഡ് HDFC ബാങ്കിലെ വീക്ക്നെസ് കാണുകയായിരുന്നു. ബട്ട് ഇന്നലെ വീണ്ടും നമുക്ക് ശക്തമായ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ച ആക്സിസ് ബാങ്കിന്റെ കേസിലായിരുന്നു. ആക്സിസ് ബാങ്കിന്റെ കേസിൽ വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ആക്സിസ് ബാങ്കിന്റെ കേസിൽ ദാറ്റ് വിൽ ലീഡ് ദ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 48,400 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 49,200 പോയിന്റിലായിരിക്കും. ഒപ്പം തന്നെ സർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോട്ടക് ബാങ്ക്, അതിനോടൊപ്പം തന്നെ HDFC തുടങ്ങി ഹെവി വെയിറ്റ് ഓഹരികളിൽ ഒരു വലിയൊരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വരാത്തതായിരുന്നു ഈ ഒരു സൂചികയെ സമ്മർദ്ദത്തിലാക്കുന്നത്. ഇന്നലത്തെ ഒരു വ്യാപാരം നോക്കുകയാണെങ്കിൽ കോട്ടക് ബാങ്കിലാകട്ടെ HDFC ബാങ്കിലാകട്ടെ 2 ബാങ്കിങ് ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വരികയും നല്ലൊരു ക്ലോസിംഗ് രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഈ 2 ഓഹരികളിലുള്ള താങ്കളുടെ ഒരു നിലപാട് എന്താണ്? പ്രധാനമായിട്ടും ഈ ഓഹരികളിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? Unfortunately, കോട്ടക് ബാങ്ക് ആൻഡ് HDFC ബാങ്ക് 2 ബാങ്കിലും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കോട്ടക് ബാങ്കിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന റിക്കവറി ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല. ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. സോ കോട്ടക് ബാങ്കിന്റെ കേസിൽ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1,720, അതിനെ തുടർന്ന് 1,760 രൂപയിലും ആയിരിക്കും. HDFC ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു സപ്പോർട്ട് ബേസ് വീണ്ടും ഫോം ചെയ്തു വരുന്നത് 1,420 രൂപ. ഫൈനാൻഷ്യലി ഫണ്ടമെന്റലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. ബട്ട് HDFC ബാങ്കിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1,500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് അത് ബ്രേക്ക് ചെയ്താൽ പോലും വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 1,545 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഒരു തിളങ്ങിയ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ തന്നെയായിരുന്നു. അദാനി ഗ്രൂപ്പ് ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ തുടക്ക വ്യാപാരത്തിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തുകയും എന്നാൽ പിന്നീട് പല ഓഹരികളും നേരിയ തോതിൽ ഇടിവിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അദാനി എനർജി സൊല്യൂഷൻസിലേക്ക് എത്തുമ്പോൾ അവസാന നിമിഷവും ആ ഒരു നേട്ടം നിലനിർത്താനും ഏകദേശം 1% നേട്ടം രേഖപ്പെടുത്തി 1,034 രൂപ എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും സെബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കോൺട്രവേഴ്സും ഒക്കെ ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണുന്നുണ്ടോ?
വെൽ അഡാനി എനർജി സൊല്യൂഷന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഒരു ചെറിയ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ റിസ്ക്, ഇതൊരു ലോ റിസ്ക് ബൈയിങ് സ്ട്രാറ്റജി അല്ല, ഇറ്റ്സ് എ ഹയർ റിസ്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി, ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി അല്ല. ആൻഡ് ഈ സ്റ്റോക്ക് ഇന്ന് 1042 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽസ് 1060, 1060, 1080, 1100, 1134. സോ ഈ 4 ടാർഗറ്റ്സാണ് നമുക്ക് അഡാനി എനർജി സൊല്യൂഷൻസിൽ നമുക്കിപ്പോൾ നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. യെസ്, ഒപ്പം തന്നെ FMCG സെഗ്മെന്റിൽ നിന്നുള്ള സ്മോൾ ക്യാപ്പ് ഓഹരി അല്ലെങ്കിൽ FMCG സെഗ്മെന്റിൽ നിന്നുള്ള ബജാജ് കൺസ്യൂമറുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ബജാജ് കൺസ്യൂമറിനെ സംബന്ധിച്ച് പറയുമെങ്കിൽ കഴിഞ്ഞ ഒരു മെയ് 8 കൂടി അവർ ഒരു ബൈബാക്ക് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 11% പ്രീമിയത്തിൽ 166 കോടിയിലധികം മൂല്യമുള്ള ഓഹരികൾ തിരികെ വാങ്ങുന്നു എന്നായിരുന്നു അറിയിച്ചത്. അതിനോടൊപ്പം തന്നെ അവരുടെ ക്വാർട്ടർലി റിസൾട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലൊരു കറക്ഷൻ ആ ഒരു ഓഹരിയിൽ വന്നിട്ടുമുണ്ടായിരുന്നു. ഇന്നലെ ബജാജ് കൺസ്യൂമറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 0.5% നേട്ടത്തിൽ 236 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജാജ് കൺസ്യൂമറിലുള്ള താങ്കളുടെ ഒരു സ്റ്റാൻസ് എന്താണ്? ഈ ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബജാജ് കൺസ്യൂമറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ലെവൽ 227 രൂപയിലുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമുക്ക് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. 240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 250, അതിനെ തുടർന്ന് 260, ആൻഡ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 270. യെസ്, അതിനോടൊപ്പം തന്നെ ആസ്റ്റർ DM ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നലെ ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 351 രൂപ എന്നൊരു നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏപ്രിൽ 15 രേഖപ്പെടുത്തി 558 രൂപയാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഏകദേശം ഒരു മാസമായിട്ട് ശക്തമായിട്ടൊരു കറക്ഷൻ തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ നടന്നു വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഓഹരിയിൽ നടന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആസ്റ്റർ DM ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ആസ്റ്റർ ഡിഎമ്മിന്റെ കേസിൽ ഒരു ചെറിയ കറക്ഷൻ. ആസ്റ്റർ ഡിഎമ്മിന്റെ ഹയസ്റ്റ് ലെവൽ 429 രൂപയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്ന 15th ഏപ്രിൽ. ആ ഒരു ലെവൽ എത്തിയതിനു ശേഷം നമുക്ക് സ്റ്റോക്കിൽ നല്ലൊരു ഹെൽത്തി കറക്ഷൻ കാണാൻ ഇടയായി. ആൻഡ് സ്റ്റോക്കിന് 338 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവൽ 360. 360ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 380, അതിനെ തുടർന്ന് 400 രൂപയിലും ആയിരിക്കും. അതോടൊപ്പം ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് പാരിസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുക ഇന്നലെ വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 720 രൂപ എന്നൊരു നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 8 രേഖപ്പെടുത്തിയ 848 രൂപയാണ്. അതിനുശേഷം ബെഞ്ച് മാർക്ക് സൂചികയിലാകട്ടെ ഡിഫൻസ് ഓഹരികളിലാകട്ടെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ട് പോലും വലിയ തോതിൽ ഒരു നേട്ടം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതെ പോയൊരു ഓഹരി കൂടിയാണ് പാരിസ് ഡിഫൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? പാരിസില് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ വി ആർ സീയിങ് കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ. ബട്ട് മാർച്ച് അവസാനത്തോടു കൂടി ഈ സ്റ്റോക്കിൽ വളരെ ഒരു നല്ല സപ്പോർട്ട് ബേസ് 610 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സിൻസ് ദെൻ സ്റ്റോക്ക് വന്നിട്ട് 680, 780 ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തി വരികയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട്. അറ്റ് ദ മൊമെന്റ് നമുക്കൊരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 730. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 755, അതിനെ തുടർന്ന് 765, അതിനെ തുടർന്നാൽ 780 രൂപയിലും ആയിരിക്കും. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി.
യെസ്, ഒപ്പം തന്നെ എൻഡുറൻസ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. എൻഡുറൻസ് ടെക്നോളജി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ 1.5% ഇടിവിൽ 2021.95 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 52 വീക്ക് ഹൈ ആയി രേഖപ്പെടുത്തിയിരുന്നത് ജനുവരി 5-ാം തീയതി രേഖപ്പെടുത്തിയത് 2318.8 അതിനുശേഷം തുടർച്ചയായിട്ട് ഏകദേശം ഒരു 4 മാസത്തോളമായിട്ട് വളരെ ശക്തമായിട്ടൊരു കറക്ഷൻ തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ നടന്നു വരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇതൊരു കറക്ഷൻ മോഡ് അവസാനിച്ചുവോ? See, Endurance Technology is a small to mid cap stock, and ഈ സ്റ്റോക്കിന്റെ ഒരു പോസിറ്റീവ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് മാർച്ച് മാസത്തിൽ ഇതൊരു 1760 രൂപയ്ക്ക് അടുത്തൊരു ബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗ്രാജുവലി വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ബട്ട് ഈ സ്റ്റോക്ക് 2075 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നത് കാണാൻ സാധിക്കത്തുള്ളൂ. 2075 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2130, അതിനെ തുടർന്ന് 2190, അതിനുശേഷം 2250 രൂപയിലും ആയിരിക്കും. ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസുമായി എത്തുന്നുണ്ട്. അതിൽ ആദ്യമായി ഒരു പ്രേക്ഷകൻ സിജോ എന്ന പ്രേക്ഷകൻ IREDയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിഞ്ഞ് 171.15 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IREDയിൽ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ IREDയെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു സൈഡ് വേസ് കൺസോൾട്ടേഷന് കാണാൻ സാധിക്കുന്നത്. ബട്ട് മൈ എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഒരുപക്ഷെ ഇന്നും തിങ്കളാഴ്ചയൊക്കെ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് അത് ലോങ് ടേം ട്രെൻഡിനെ ഒരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 180 ആയിരിക്കും. അതിനെ തുടർന്ന് 187, അതിനെ തുടർന്ന് 192 രൂപയിലും ആയിരിക്കും. ഉണ്ണികൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ഐനോക്സ് വിൻഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ അപ്പർ സർക്യൂട്ടിലായിരുന്നു ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 10% ഉയർന്ന 615.3 എന്ന നിലയിൽ. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഐനോക്സ് വിൻഡിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് സൈഡ് വേസ് ഒരു പാറ്റേണിലായിരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഐ തിങ്ക് ഇറ്റ്സ് 52 വീക്കായി നമുക്ക് കാണാൻ സാധിക്കുന്നത് 663 രൂപ. 663 രൂപയായിരിക്കും ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. കിരൺ രാജ് എന്ന പ്രേക്ഷകൻ അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്ന് 1.25% ഇടിഞ്ഞ് 905.05 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ATGയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ മറ്റ് പല അദാനി സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്ന സെയിം ട്രേഡിംഗ് പാറ്റേൺ നമുക്ക് അദാനി ടോട്ടൽ ഗ്യാസിലും കാണാൻ സാധിക്കുന്നത്. അതായത് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. അദാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ 838 റുപ്പീസ് വളരെ മേജർ ഒരു സപ്പോർട്ട് ലെവല്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. നമുക്ക് സേഫ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ 960 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 960 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ആൻഡ് നമുക്ക് ഷോർട്ട് ടേമിൽ ഒത്തിരി നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ധനേഷ് എന്ന പ്രേക്ഷകൻ വോഡാഫോൺ ഐഡിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 0.5% ഇടിഞ്ഞ് 13.1 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. VIയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ വോഡാഫോണിന്റെ ഫൈനാൻഷ്യൽസ് ആർ നോട്ട് അറ്റ് ഓൾ ഹെൽത്തി. ഈ കമ്പനി കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു ഫോൾ ഓൺ പബ്ലിക് ഓഫറിംഗ് നടത്തിയിരുന്നു ആൻഡ് പുതിയ ക്യാപിറ്റൽ റേസ് ചെയ്തിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് വീണ്ടും ഈ സ്റ്റോക്കിൽ നമ്മൾ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് കാണാൻ ഇടയായി. ബട്ട് അതിനുശേഷം ഈ സ്റ്റോക്ക് വീണ്ടും ഒരു കറക്ഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്.
സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിരിക്കുന്നത് 11 രൂപ 50 പൈസ. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരണമെങ്കിൽ 14 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 14ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബൈ ദ സ്റ്റോക്ക് ഫോർ എ ട്രേഡിംഗ് സ്പെക്കുലേറ്റീവ് പർപ്പസ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായ നിഖിൽ ക്യാമ്പസ് ആക്റ്റീവെയറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 1% ഉയർന്ന് 253 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്യാമ്പസ് ആക്റ്റീവെയറിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ക്യാമ്പസിന്റെ ലോങ് ടേം ട്രെൻഡ് അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് മാർച്ച് മാസത്തിൽ അറൌണ്ട് 213 രൂപയ്ക്ക് അടുത്തൊരു ബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ക്യാമ്പസ് ആക്റ്റീവെയറിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് അപ് ടു ദ മാർക്ക് അല്ലായിരുന്നു എങ്കിലും ഐ തിങ്ക് ദിസ് ഇസ് എ പൊട്ടൻഷ്യൽ ടേൺ റൗണ്ട് സ്റ്റോക്ക്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 270 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 270ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ഒപ്പം തന്നെ സുമേഷ് എന്ന പ്രേക്ഷകൻ വണ്ടർല ഹോളിഡേയ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 6% ഇടിഞ്ഞ് 908 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വണ്ടർല ഹോളിഡേയ്സിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി വണ്ടർലയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ഇന്നലത്തെ ഇടിവിനെ തുടർന്ന് ബെയറിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ട് ഒരു സപ്പോർട്ട് ലെവൽ കാണാൻ സാധിക്കുന്നത് 875. മൈ അഡ്വൈസ് ഇസ് ക്ലോസ് ദ ലോങ് പൊസിഷൻ ഇൻ വണ്ടർല. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ഒന്നിലധികം പ്രേക്ഷകർ ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം ഒരു 0.3% നേട്ടം രേഖപ്പെടുത്തി 355 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ ഫൈനിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So the problem with the Jio Finance is long term trend bullish ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ജിയോ ഫിനിന്റെ കേസിൽ ഏറ്റവും മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 365 രൂപ. 365ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രം ദ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ അഗെയിൻ ടേൺ ബുള്ളിഷ്. സച്ചിൻ രാജൻ എന്ന പ്രേക്ഷകൻ അദാനി പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അദാനി പോർട്സിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അദാനി പോർട്ടിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സോ അദാനി പോർട്ടിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് എനിക്ക് ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 1370 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാം. എങ്കിലും വേറൊരു ഇമ്പോർട്ടൻ്റ് ഡെവലപ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ഇന്നലെ മെഞ്ഞാന്നോ നോർവേ സോവറൻ വെൽത്ത് ഫണ്ട് അഡാനി പോർട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ലിസ്റ്റിൽ നിന്നും മാറ്റി നിർത്തിയതായിട്ടൊരു വാർത്ത വന്നിരുന്നു. സോ അതിനെ തുടർന്ന് ഒരുപക്ഷെ ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വോളറ്റിലിറ്റി കാണാൻ ചാൻസ് ഉണ്ട്. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. സന്തോഷ് എന്ന പ്രേക്ഷകൻ IFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4% ഉയർന്ന് 56.3 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരി ഇപ്പോൾ ഒരു വിൽക്കാനുള്ളൊരു സമയമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല. ആഫ്റ്റർ എ പീരിയഡ് ഓഫ് കൺസോൾട്ടേഷൻ IFCIയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്കിന്റെ അടുത്ത മേജർ ടാർഗറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 63 rupees 50 പൈസ, 63 രൂപ 50 പൈസ. അതിനുശേഷം ഈ സ്റ്റോക്കിന്റെ 52 വീക്ക് ഹൈ ആയിട്ടുള്ള 71 രൂപ 80 പൈസ ആയിരിക്കും നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ടാർഗറ്റ്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായ അമീർ IOCയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി ഏകദേശം ഒരു 0.5% നേട്ടം രേഖപ്പെടുത്തിയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IOCയിലുള്ള താങ്കളുടെ ഒരു സ്റ്റാൻസ് എന്താണ്? IOC, ഭാരത് പെട്രോളിയം, HPCL ഈ സ്റ്റോക്ക് ഒക്കെ തന്നെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒന്നും തന്നെ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. IOCയുടെ സ്പെസിഫിക് കേസിൽ 172 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ.
യെസ്, പ്രണവ് എന്ന പ്രേക്ഷകൻ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ബാങ്കിൽ ഇന്നലെ ഏകദേശം ഒരു ഫ്ലാറ്റായി 22.65 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഓഹരിയിലുള്ള താങ്കളുടെ ഒരു നിലപാട് എന്താണ്? യെസ് ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. വളരെ മേജർ ഒരു സപ്പോർട്ട് ലെവല് 21 രൂപയിൽ കാണുന്നുണ്ട്. 21ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 24.50 രൂപ മുകളിൽ ക്ലോസ് ചെയ്യണം. യെസ്, ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കാനറ ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ കാനറ ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നിരുന്നു. ആൻഡ് അറ്റ് ദ മൊമെന്റ് എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഫോം ചെയ്തിരിക്കുന്നത് 105 രൂപയില. ലെറ്റ് us wait and see ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ. യെസ്, ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ. ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് ആ ഒരു ഓഹരിയുമുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? സോ ഗാർഡൻ റീച്ച്, മാസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഈ സ്റ്റോക്കിന്റെ ഒക്കെ തന്നെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ സ്പെസിഫിക് കേസിൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1075 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിച്ചേരും. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. വീക്ക്നെസ് ഒന്നും തന്നെ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. യെസ് സാർ, ഏതായാലും നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പരമാവധി അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും വീണ്ടും മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.